Hi, hello. Welcome to iPlus Training Solutions. UGC Net History PYQ discussion. So, Unit 9 അഞ്ചാമത്തെ വീഡിയോ ആണിത്. സോ ഇതിന് മുന്നേ നമ്മൾ 4 ക്ലാസ്സുകളിലായിട്ട് ഒരുപാട് PYQസും അതിന്റെ എക്സ്പ്ലനേഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. So, let's begin. First question. To attain the objective, that is political independence of India, the Mitra Mela advocated the path of. So, Mitra Mela എന്ന് പറയപ്പെടുന്ന നമുക്കൊക്കെ അറിയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. സോ ഈ ഓർഗനൈസേഷൻ ഒരു എയിം എന്നുള്ളത് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നുള്ളതാണ്. സോ ഈ സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നുള്ള ഇവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഇവർ സ്വീകരിച്ച മാർഗം ഏതായിരുന്നു എന്നാണ് ചോദ്യം. ഓക്കെ, അവരുടെ ഒബ്ജക്റ്റീവ് ഏതായിരുന്നു എന്നുള്ളത്, അവര് പാത്ത് ഏതായിരുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പെറ്റീഷൻസ് ഒക്കെ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഓപ്ഷൻ ബി ആർമിഡ് റിവോൾട്ട്, ഓപ്ഷൻ സി കോൺവെർസേഷൻസ്, ഓപ്ഷൻ ഡി മെമ്മോറാണ്ടം. സോ നമുക്ക് എന്തറിയാം, മിത്രമേള ഈസ് എ റെവല്യൂഷണറി ഓർഗനൈസേഷൻ അല്ലെ. റെവല്യൂഷണറി ഓർഗനൈസേഷൻ ആണ് മിത്രമേള. നമ്മുടെ VD സവർക്കറും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബ്രദറും ഒക്കെ അസോസിയേറ്റ് ചെയ്യപ്പെട്ട ഒരു റെവല്യൂഷണറി ഓർഗനൈസേഷൻ ആണ്, മഹാരാഷ്ട്ര ബേസ് ചെയ്തുകൊണ്ടുണ്ടായ. സോ ഏതെങ്കിലുമൊക്കെ റെവല്യൂഷണറി ഓർഗനൈസേഷൻ പെറ്റീഷൻസ് ഒക്കെ അവരുടെ ഒരു പാത്തായിട്ട് സ്വീകരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ മെമ്മോറാണ്ടം കൊടുക്കുക, അല്ലെങ്കിൽ സംസാരിച്ച് ശരിയാക്കുക എന്നൊക്കെ ഉള്ളത് എന്താണ്, ഇതൊക്കെ കൂടുതലായിട്ടും മോഡറേറ്റ് പാത്ത് ഫോളോ ചെയ്യുന്നവർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വേ ആയിരുന്നു. എന്താണ്, സോ ഇതിലെ കറക്റ്റ് ആൻസർ വരിക ആർമഡ് റിവോൾട്ട് എന്നുള്ളതാണ്. ആർമഡ് റിവോൾട്ട് ആയിരുന്നു മിത്രമേള ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന പാത്ത് എന്നുള്ളത്. ഓക്കെ, ഇത് ബേസിക്കലി മിത്രമേളയെ പറ്റിയിട്ട് ഒരു പാരഗ്രാഫ് വന്നിട്ടുണ്ടായിരുന്നു. ആ പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻ, അതിൽ ഓൾറെഡി 2-3 ക്വസ്റ്റ്യൻസ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മിത്രമേളയെ പറ്റി നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഒന്ന്, ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. എവിടെയാണ് തുടങ്ങിയത് എന്നുള്ള രീതിയിലൊക്കെയാണ് ചോദിക്കുന്നത്. സോ മിത്രമേള എന്നുള്ളത് ചപ്പേക്കർ ബ്രദേഴ്സ് ഉണ്ട് മഹാരാഷ്ട്രയിൽ 1897 നമ്മുടെ അവിടുത്തെ ഫ്ലാഗ് കമ്മീഷണർ ഉണ്ടായിരുന്നു. മഹാരാഷ്ട്രയിലെ ഫ്ലാഗ് ഒക്കെ ഇങ്ങനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് കുറച്ച് ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അയാളായിരുന്നു WC റാൻഡ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഒഫീഷ്യൽ. WC റാൻഡും അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഒരു പേഴ്സണൽ അസിസ്റ്റന്റും ഉണ്ടായിരുന്നു, ഐറിസ്റ്റ്. ഇവർ രണ്ടുപേരെയും ഭയങ്കര അൺഒഫീഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ ആൾക്കാരെ അൺജസ്റ്റിഫൈഡ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ചപ്പേക്കർ ബ്രദേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ WC റാൻഡിനെയും അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഈ ലെഫ്റ്റനന്റ് ഐറിസ്റ്റിനെയും വധിക്കുന്നുണ്ട്. അങ്ങനെ ചപ്പേക്കർ ബ്രദേഴ്സിനെതിരെ വിധി വരികയാണ്. ചപ്പേക്കർ ബ്രദേഴ്സിനെ ഹാങ് ചെയ്യാനുള്ള തീരുമാനമാണ് വരുന്നത്. സോ ഈ ചപ്പേക്കർ ബ്രദേഴ്സിനെ തൂക്കിലേറ്റി അല്ലെങ്കിൽ അവരുടെ രക്തസാക്ഷിത്താണ് പിന്നീട് നാസിക്കില് പുതിയൊരു റെവല്യൂഷണറി അസോസിയേഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ വരാനുള്ള കാരണമായിട്ടുള്ളത്. ഇത് VD സവർക്കർ ആണ് ഇതിന്റെ വൺ ഓഫ് ദി ലീഡിംഗ് മെമ്പർ അല്ലെങ്കിൽ ഫൗണ്ടർ എന്നൊക്കെ നമ്മൾ പറയുന്നത് VD സവർക്കർ ആണ്. 1900-ലാണ് എന്ത് വരുന്നത്, മിത്രമേള വരുന്നത്. പിന്നീട് 1904 മിത്രമേള അഭിനവ് ഭാരത് സൊസൈറ്റി ആയിട്ട് മെർജ് ചെയ്തു. അതിന്റെ കൂടെ തന്നെ മനസ്സിലാക്കുക, നാസിക്കിൽ നിന്ന് പൂണെയിലേക്ക് അതിന്റെ ഒരു ഹെഡ് ക്വാർട്ടർ അല്ലെങ്കിൽ സെന്റർ ഷിഫ്റ്റ് ചെയ്തു എന്നുള്ളത്. ഓക്കെ, സോ ഫൗണ്ട് ചെയ്ത് എവിടെ വെച്ചിട്ടാണ്, നാസിക്കിൽ വെച്ചിട്ടാണ്. അതിന്റെ ഒരു മിത്രമേള എന്നുള്ള ഒരു ടൈറ്റിൽ അവർ എടുത്തിട്ടുള്ളത് മാസിനിയുടെ യങ് ഇറ്റലിയെ ബേസ് ചെയ്തിട്ടാണ്. സോ എന്താണ് മിത്രമേള ചെയ്തിട്ടുണ്ടായിരുന്നത്, ദി സൊസൈറ്റി ആക്റ്റീവ്ലി ടുക്ക് പാർട്ട് ഇൻ ഓർഗനൈസിംഗ് മീറ്റിംഗ്സ്, ബ്രിങ്ങിങ് ഔട്ട് പബ്ലിക്കേഷൻസ് ആൻഡ് സെലിബ്രേറ്റിംഗ് ഗണപതി ആൻഡ് ശിവജി ഫെസ്റ്റിവൽസ്. സോ എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അവർക്കിടയിൽ ഒരു മീറ്റിംഗ്സും അതുപോലെ തന്നെ പബ്ലിക്കേഷൻസ് ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ശിവജി ഗണപതി ഫെസ്റ്റിവൽസ് ഒക്കെ പോലെ തിലക് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫെസ്റ്റിവൽ ഒക്കെ എന്തുണ്ടായിരുന്നു, ഇവരും സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മിത്രമേള അല്ലെങ്കിൽ അഭിനവ് ഭാരത് സൊസൈറ്റി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന വൺ ഓഫ് ദി മേജർ ആക്ടിവിറ്റി ആണ് എന്ത്, നമ്മുടെ നാസിക് കോൺസ്പിറസി കേസ് എന്നുള്ളത്. അപ്പൊ അവിടെയൊക്കെ ബേസിക്കലി എന്താണ്, ഒരു ആർമഡ് റിവോൾട്ട് തന്നെയായിരുന്നു ഇവര് ചെയ്തിട്ടുണ്ടായിരുന്നത് മനസ്സിലാക്കുക. നാസി കോൺസ്പിറസി കേസിൽ അന്നത്തെ നാസിക്കിലെ ജഡ്ജായിരുന്ന നമ്മുടെ MJ ജാക്സണെ ആയിരുന്നു ഇവർ വധിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Who among the following is not referred as Chapekar brothers? So Chapekar brothers എന്നുള്ള പേരിൽ 3 brothers ആണ് ബേസിക്കലി ഉള്ളത്. ഈ 3 brothersൽ പെടാത്ത ആൾ ആരാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓപ്ഷൻ എ ദാമോദർ ഹരി ചപ്പേക്കർ, ഓപ്ഷൻ ബി വിനായക് ഹരി ചപ്പേക്കർ, ഓപ്ഷൻ സി ബാലകൃഷ്ണ ഹരി ചപ്പേക്കർ, ഓപ്ഷൻ ഡി വസുദേവ ഹരി ചപ്പേക്കർ. So I will give you 30 seconds. ഓക്കെ, ഇതിന്റെ കറക്റ്റ് ആൻസർ എന്നുള്ളത് ഓപ്ഷൻ ബി ആണ്. വിനായക ഹരി ചപ്പേക്കർ എന്നുള്ള ചപ്പേക്കർ ബ്രദർ ഇല്ല. ബാക്കി 3 പേരുമാണ്. ദാമോദർ ഹരി ചപ്പേക്കറും ബാലകൃഷ്ണ ഹരി ചപ്പേക്കറും വസുദേവ ഹരി ചപ്പേക്കറും ആണ് ചപ്പേക്കർ ബ്രദേഴ്സ് എന്നുള്ളത്. ഓക്കെ, ഇവരാണ് ശരിക്കും പറഞ്ഞാൽ 1857 റിവോൾട്ടിന് ശേഷം പിന്നീട് ഇന്ത്യയിൽ ഒരു ആർമിഡ് റിവോൾട്ട് ആദ്യമായിട്ട് വരുന്നത് ചപ്പേക്കർ ബ്രദേഴ്സിന്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ്. ഓക്കെ, 1897 കാലഘട്ടത്തിലാണ് ഇവര് ഫ്ലാഗ് കമ്മീഷണറായിട്ടുള്ള ആളെ വധിച്ചത്, ഡബ്ല്യു.സി. റാൻഡിനെ വധിച്ചത്. ഓക്കെ, കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി വിനായക ഹരി ചപ്പേക്കർ ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ ചപ്പേക്കർ ബ്രദേഴ്സിലേക്ക് വരികയാണെങ്കിൽ ആരൊക്കെയാണ് ചപ്പേക്കർ ബ്രദേഴ്സ്? ദാമോദർ ഹരി ചപ്പേക്കർ, ബാലകൃഷ്ണ ഹരി ചപ്പേക്കർ ആൻഡ് വസുദേവ ഹരി ചപ്പേക്കർ. ഇവർ 3 പേരുമാണ് ചപ്പേക്കർ ബ്രദേഴ്സ്. ദാമോദർ ഹരി ചപ്പേക്കർ, ബാലകൃഷ്ണ ഹരി ചപ്പേക്കർ ആൻഡ് വസുദേവ ഹരി ചപ്പേക്കർ ആർ ചപ്പേക്കർ ബ്രദേഴ്സ്. സോ ഇവരെ കൂടുതലായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് എന്നുള്ളത് തിലകാണ്. ഒട്ടുമിക്ക മഹാരാഷ്ട്രയിലെ റവല്യൂഷണറീസിനെയും ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്ന വ്യക്തിത്വം അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു മെന്റർ അല്ലെങ്കിൽ ഗൈഡ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് തിലകിനെയാണ്. ഓക്കെ, അത് വി.ഡി. സവർക്കർ ആവട്ടെ, ബാക്കി വരുന്ന ചപ്പേക്കർ ബ്രദേഴ്സ് ആവട്ടെ, പലരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് തിലകിന്റെ ആക്ടിവിറ്റീസും അല്ലെങ്കിൽ തിലകിന്റെ ഒരു എക്സ്ട്രീമിസ്റ്റ് മോഡ് ഓഫ് ആക്ടിവിറ്റി ഒക്കെയാണ്. ഓക്കെ, സോ തിലകിന്റെ സ്പീച്ചസും അതുപോലെ തന്നെ റൈറ്റിംഗ്സും ആക്ടിവിറ്റീസും ഒക്കെയാണ് ഈ യങ് ചപ്പേക്കർ ബ്രദേഴ്സിനെ ഇൻസ്പയർ ചെയ്യുന്നത്. അങ്ങനെ അവരൊരു പുതിയൊരു ഓർഗനൈസേഷൻ ഫൗണ്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഹിന്ദു ധർമ്മ സംരക്ഷണ സഭ എന്നുള്ളത്. സോ ഇത് ഒട്ടുമിക്ക പേർക്കും ഇങ്ങനെ ഒരു അസോസിയേഷൻ ചപ്പേക്കർ ബ്രദേഴ്സുമായിട്ടുണ്ട് അല്ലെങ്കിൽ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് അറിയണ്ടാവില്ല. ചപ്പേക്കർ ബ്രദേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും അവർ ഡബ്ല്യു.സി. റാൻഡിനെ മർഡർ ചെയ്ത ആൾക്കാർ എന്നുള്ള രീതിയിൽ മാത്രമേ കാണുന്നുണ്ടാവുള്ളൂ. സോ ഇങ്ങനത്തെ ഒരു ഓർഗനൈസേഷൻ അവർക്ക് ഉണ്ടായി എന്നത് നിങ്ങൾ ഓർത്തിരിക്കുക. ചപ്പേക്കർ ബ്രദേഴ്സ് ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു റെവല്യൂഷണറി ഓർഗനൈസേഷൻ ആയിരുന്നു ഹിന്ദു ധർമ്മ സംരക്ഷണ സഭ എന്നുള്ളത്. ഈ ഹിന്ദു ധർമ്മ സംരക്ഷണ സഭയുടെ നേതൃത്വത്തിലാണ് അല്ലെങ്കിൽ ഇവരാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പല ബ്രിട്ടീഷ് ഓഫീസേഴ്സിനെയും വധിക്കാനുള്ള പ്ലാൻ ഇടുന്നതും അങ്ങനെ ഡബ്ല്യു.സി. റാൻഡിനെയും അദ്ദേഹത്തിന്റെ എസ്കോർട്ട് അല്ലെങ്കിൽ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ടുള്ള ലെഫ്റ്റനന്റ് ഐറസ്റ്റിനെയൊക്കെ വധിക്കുന്നത്. ഓക്കെ, സോ ചപ്പേക്കർ ബ്രദേഴ്സ് അസാസിനേറ്റഡ് ബ്രിട്ടീഷ് ഒഫീഷ്യൽ ഡബ്ല്യു.സി. റാൻഡ് ആൻഡ് ഹിസ് മിലിറ്ററി എസ്കോർട്ട് ലെഫ്റ്റനന്റ് ഐറസ്റ്റ് on June 22nd, 1897. ഡേറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എപ്പോഴൊക്കെ എന്ത് ചെയ്യാം, ക്രോണോളജിക്കിലേക്ക് ചോദിക്കാം. ചപ്പേക്കർ ബ്രദേഴ്സ് ബ്രിട്ടീഷ് ഒഫീഷ്യൽ ആയിരുന്ന ഡബ്ല്യു.സി. റാൻഡിനെയും അദ്ദേഹത്തിന്റെ എസ്കോർട്ട് ആയിരുന്ന അല്ലെങ്കിൽ മിലിറ്ററി എസ്കോർട്ട് ആയിരുന്ന ലെഫ്റ്റനന്റ് ഐറസ്റ്റിനെയും ജൂൺ 22, ജൂൺ 22, 1897 വധിക്കുന്നത്. ഓക്കെ, സോ the brothers and the 2 accomplices were charged with the murders. സോ അതെന്താണ്, കേസൊക്കെ ആയി, കേസ് തെളിയിക്കപ്പെട്ടു. അങ്ങനെ ഇവരെ 3 പേരെയും എന്ത് ചെയ്തു, 1899 ബ്രിട്ടീഷ് ഗവൺമെന്റ് തൂക്കിലേറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു ഇൻസിഡന്റ് എന്നുള്ളത് ഇന്ത്യയിൽ ഉണ്ടായ വൺ ഓഫ് ദ ഏർലിയസ്റ്റ് മിലിറ്റന്റ് നാഷണലിസം. 1857 റിവോൾട്ടിന് ശേഷം പിന്നെ ഇന്ത്യ കാണുന്ന ഒരു മിലിറ്റന്റ് നാഷണലിസം അല്ലെങ്കിൽ വൺ ഓഫ് ദ ഏർലിയസ്റ്റ് റവല്യൂഷണറി ആക്ടിവിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ ചപ്പേക്കർ ബ്രദേഴ്സിന്റെ ആക്ടിവിറ്റിയാണ്. ഓക്കെ, next question. Mitramela was started by Vinayak Damodar Savarkar in the year 1900 at. സോ ഇതാണ് ഞാൻ പറഞ്ഞത്, പണ്ടൊക്കെ വർഷമാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ ഫൗണ്ടേഴ്സ് ആണ് ചോദിക്കുന്നത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി ഏതൊരു ഓർഗനൈസേഷൻ തന്നാലും എല്ലാ കുട്ടികളും വർഷവും ഫൗണ്ടേഴ്സ് ഒക്കെ ഇങ്ങനെ ടേബിളൊക്കെ വരച്ച് പഠിച്ചു പോകുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് ഇപ്പൊ എനിക്ക് എന്താണ് ചോദിക്കുന്നത്, എവിടെ വെച്ചാണ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള രീതിയിലായി ക്വസ്റ്റ്യൻസ് മാറിയിട്ടുണ്ട്. സോ മിത്രമേള എവിടെയാണ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്? നമ്മൾ ഓൾറെഡി നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു. മിത്രമേള ഓപ്ഷൻ എ, 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ പൂന, ഓപ്ഷൻ ബി ബോംബെ, ഓപ്ഷൻ സി രത്നാഗിരി, ഓപ്ഷൻ ഡി നാസിക്. കറക്റ്റ് ആൻസർ ഏതാണ്? ആലോചിക്കാന്നില്ല അല്ലെ, നാസിക്കിൽ വെച്ചിട്ടാണ് എന്തുള്ളത്, മിത്രമേള ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ എനിക്ക് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്.
ലൈക്ക് നമ്മുടെ HRA ഉണ്ടല്ലോ, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ 1924 ഫൗണ്ട് ചെയ്തത്. അങ്ങനെ HRAയുടെ നമ്മുടെ കാക്കോരി ട്രെയിൻ റോബറി കേസൊക്കെ കഴിഞ്ഞിട്ട് ഇവരൊന്ന് HRA ഒന്ന് DK ആവുന്നുണ്ട്. അവരുടെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ഒക്കെ ഒന്ന് നിൽക്കുന്നുണ്ട്. പിന്നീട് 1928 HRA എന്തായി മാറുന്നു? HSRA മാറുന്നു. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ ആയിട്ട് മാറുന്നുണ്ട്. ഈ HSRA ആവുന്നത് എവിടെ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് HSRAയുടെ മീറ്റിങ്ങും ഫൗണ്ടേഷനും ഉണ്ടായത് എന്നൊക്കെയുള്ള ചോദ്യം ഇതിനു മുന്നേ എനിക്ക് ചോദിച്ചിട്ടുണ്ട്. അവിടെയും സ്ഥലമാണ് ചോദിച്ചത്, വർഷം ചോദിച്ചില്ല, ആൾക്കാരെ ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. എവിടെ വെച്ചിട്ടാണ് HSRA രൂപീകൃതമായത് എന്നാണ്. എവിടെ വെച്ചിട്ടാണ്? ഡൽഹിയിലെ ഫിറോസ് ഷാ കോട്ടയിൽ വെച്ചിട്ടാണ് HSRA ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇങ്ങനെ റെവല്യൂഷണറി ഓർഗനൈസേഷനൊക്കെ സ്ഥലങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കുക. കറക്റ്റ് ആൻസർ നാസിക് ആണെന്ന് പറഞ്ഞു. മിത്രമേളയെ പറ്റി നമ്മൾ പിന്നെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അതുകൊണ്ട് തന്നെ എന്തില്ല, എക്സ്പ്ലനേഷൻ നമ്മൾ പറയേണ്ടതില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഔട്ട് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ്? സോ താഴെ തന്നിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. സ്റ്റേറ്റ്മെന്റ് 1, the provisional Azad Hind government was announced with headquarters in Singapore. സോ നമുക്ക് സുഭാഷ് ചന്ദ്ര ബോസിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. സുഭാഷ് ചന്ദ്ര ബോസിൻ്റെതായിരുന്നു എന്ത്, ഈ ഒരു പ്രൊവിഷണൽ ആസാദ് ഹിന്ദ് ഗവൺമെന്റ് എന്നുള്ളത്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സിംഗപ്പൂരിലായിരുന്നു എന്നുള്ളതാണ്. ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, സുഭാഷ് ചന്ദ്ര ബോസ് became the prime minister of this government. ഈ ഒരു ഗവൺമെന്റ്, പ്രൊവിഷണൽ ആസാദ് ഹിന്ദ് ഗവൺമെന്റ് എന്നുള്ള ഒരു പുതിയൊരു ഗവൺമെന്റ് വരുന്നു. സോ അതിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ബോസ് ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെന്റ്, SA അയ്യർ വാസ് എ മിനിസ്റ്റർ ഇൻ ദിസ് ഗവൺമെന്റ്. ഈ ഒരു ഗവൺമെന്റിലെ മിനിസ്റ്റർ ആയിരുന്നു ആര്? SA അയ്യർ എന്നുള്ളത്. ആൻഡ് സ്റ്റേറ്റ്മെന്റ് ഡി, AC ചാറ്റർജി വാസ് എ മിനിസ്റ്റർ ഇൻ ദിസ് ഗവൺമെന്റ്. ഈ ഒരു ഗവൺമെന്റിൽ മിനിസ്റ്റർ ആയിട്ട് AC ചാറ്റർജി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ആൻഡ് ലക്ഷ്മി സ്വാമിനാഥൻ വാസ് എ മിനിസ്റ്റർ ഇൻ ദിസ് ക്യാബിനറ്റ്. ഈ ഒരു ക്യാബിനറ്റിൽ ലക്ഷ്മി സ്വാമിനാഥനും എന്തായിരുന്നു? മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, സോ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഏതൊക്കെയാണ് റോങ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നോക്കണം. നമുക്ക് ഓപ്ഷൻസിലേക്ക് കടക്കാം. ഓക്കെ, സോ ഓപ്ഷൻ എ, ബി ആൻഡ് സി ഓൺലി എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി, ABCDE തന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണെന്ന് പറയുന്നു. ഓപ്ഷൻ സി, ABC ആൻഡ് D തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റ്, ലക്ഷ്മി സ്വാമിനാഥൻ അതിലെ മെമ്പർ ആണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഒഴികെ ബാക്കി 4 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണെന്ന് പറയുന്നു. വിച്ച് മീൻസ് ആസാദ് ഹിന്ദ് ഗവൺമെന്റിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സിംഗപ്പൂർ ആയിരുന്നു. സുഭാഷ് ചന്ദ്രബോസ് അതിന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. SA അയ്യർ അതിന്റെ മെമ്പർ ആയിട്ടുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന സ്റ്റേറ്റ്മെന്റുകളൊക്കെ കറക്റ്റ് ആണ് എന്നാണ് പറയുന്നത്. ആൻഡ് സ്റ്റേറ്റ്മെന്റ് ഡി, A, B ആൻഡ് E ഓൺലി. ഇതിലേതാണ് കറക്റ്റ് ആൻസർ വരിക? തന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ് കേട്ടോ. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരിക. ABCDE എന്നുള്ളതാണ് ആൻസർ. സോ Subhash Chandra Bose announced the provisional government of Azad Hind in Singapore on October 21st, 1943. ഒക്ടോബർ 21, 1943 സുഭാഷ് ചന്ദ്രബോസ് ഇങ്ങനൊരു പ്രൊവിഷണൽ ഗവൺമെന്റിനെ എന്താണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദ ഗവൺമെന്റ് വാസ് സപ്പോർട്ടഡ് ബൈ ദ ആക്സിസ് പവേഴ്സ് ഓഫ് ജപ്പാൻ, നാസി, ജർമ്മനി ആൻഡ് ഇറ്റലി. സോ നമുക്കത് എന്താക്കാം, നമുക്കത് നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു സമയത്തെ സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന ഒരു സമയമാണ്. സോ ആക്സിസ് പവേഴ്സ്, അലൈഡ് പവേഴ്സ് ഉണ്ട്. ആക്സിസ് പവേഴ്സിന്റെ സപ്പോർട്ട് ആർക്കുണ്ടായിരുന്നു? ഈ ഒരു പ്രൊവിഷണൽ ഹിന്ദ് ഗവൺമെന്റ് അല്ലെങ്കിൽ പ്രൊവിഷണൽ ഗവൺമെന്റ് ഓഫ് ആസാദ് ഹിന്ദ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിലെ മിനിസ്റ്റേഴ്സ് എന്നുള്ളത് സുഭാഷ് ചന്ദ്രബോസ്, ക്യാപ്റ്റൻ ലക്ഷ്മി സ്വാമിനാഥൻ, SA അയ്യർ, AC ചാറ്റേഴ്സ്, ഇവരൊക്കെ ഈ ഒരു ആസാദ് ഹിന്ദ് ഗവൺമെന്റിലെ മിനിസ്റ്റേഴ്സ് ആയിരുന്നു. ഓക്കെ, ആൻഡ് സുഭാഷ് ചന്ദ്രബോസിലേക്ക് വരികയാണെങ്കിൽ ഹി വാസ് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്, പ്രൈം മിനിസ്റ്റർ ആൻഡ് മിനിസ്റ്റർ ഓഫ് വാർ ആൻഡ് ഫോറിൻ അഫയേഴ്സ്. സോ ഇതായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് ആ ഒരു പ്രൊവിഷണൽ ഗവൺമെന്റിൽ ബോസിന്റെ റോൾസ് എന്നുള്ളത്. ഒന്ന്, അദ്ദേഹമാണ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്, അദ്ദേഹമാണ് പ്രൈം മിനിസ്റ്റർ, അതുപോലെ തന്നെ അദ്ദേഹമാണ് എന്ത്, മിനിസ്റ്റർ ഓഫ് വാർ ആൻഡ് ഫോറിൻ അഫയേഴ്സ് എന്നുള്ളത്. മറ്റൊരു മിനിസ്റ്റർ ആയിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി സ്വാമിനാഥൻ എന്നുള്ളത്. ലക്ഷ്മി സ്വാമിനാഥൻ ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു നോക്കിയത്? വിമൻസ് ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ ദ മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് വിമൻസ് അഫയേഴ്സ്, സ്ത്രീകളുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന അല്ലെങ്കിൽ ഒരു സ്ത്രീ വിഭാഗത്തിന്റെ ലീഡർ ആയിരുന്നു ആര്? ക്യാപ്റ്റൻ ലക്ഷ്മി സ്വാമിനാഥൻ എന്നുള്ളത്. മറ്റൊരു മിനിസ്റ്ററാണ് SA അയ്യർ എന്നുള്ളത്. ഹി വാസ് ദ മിനിസ്റ്റർ ഓഫ് ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് പബ്ലിസിറ്റി. സോ ഒരു PRO എന്നൊക്കെ നമുക്ക് പറയാം.
അല്ലെങ്കിൽ എന്താ മീഡിയ റിലേറ്റഡ്. അദ്ദേഹമാണ് ബ്രോഡ്കാസ്റ്റിംഗിന്റെയും പബ്ലിസിറ്റിയുടെ ഒക്കെ മിനിസ്റ്റർ എന്നുള്ളത് SA അയ്യർ ആണ്. ആൻഡ് ലഫ്റ്റനന്റ് കേണൽ AC ചാറ്റർജി ഉണ്ട്, അദ്ദേഹം ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്നു. സോ ഇവർ 4 പേരും എന്താണ് സുഭാഷ് ചന്ദ്രബോസിന്റെ ആ ഒരു പ്രൊവിഷണൽ ആസാദ് ഹിന്ദ് ഗവൺമെന്റിലെ മിനിസ്റ്റേഴ്സ് ആയിരുന്നു. ഓരോരുത്തരുടെയും റോൾ മനസ്സിലായല്ലോ. ഇനി വേണം എന്ത് ചെയ്യാം, നെക്സ്റ്റ് ടേമിൽ എനിക്ക് ചോദിക്കാം മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 എന്നുള്ള രീതിയിൽ ചോദിക്കാം. ലിസ്റ്റ് 1 എന്തുണ്ടാകാം, AC ചാറ്റർജി ഇപ്പുറത്തെ ഫൈനാൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ SA അയ്യർ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് പബ്ലിസിറ്റി, ക്യാപ്റ്റൻ ലക്ഷ്മി സ്വാമിനാഥൻ വിമൻ ഡിപ്പാർട്ട്മെന്റ്. ആ രീതിയിൽ എന്തുണ്ടാകാം, മേ ബി ഇനിയും ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് ഈവൻറ്റ്സ് ഇൻ ദ ക്രോണോളജിക്കൽ ഓർഡർ. സോ താഴെ തന്നിരിക്കുന്ന ഒരുപാട് ഈവൻറ്റ്സിനെ അതിന്റെ കാലഗണനാ ക്രമത്തിൽ അടയാളപ്പെടുത്താനാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ്, മുസ്ലിം ലീഗ് ബിഗിൻസ് ദ ഡയറക്റ്റ് ആക്ഷൻ ഡേ. സോ ഞാൻ എല്ലാ തവണയും എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്നതാണ് എന്താണ് ടുവാർഡ്സ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിനോട് അടുത്തിട്ട് ഒരുപാട് ഇവന്റ്സ് നടക്കുന്നുണ്ട്. ആ ഒരു ഇവന്റ്സിൽ ഈച്ച് ആൻഡ് എവറി ഇവന്റ് ഈസ് ഇമ്പോർട്ടന്റ്. ലൈക്ക് നമ്മൾ എന്ത് ചെയ്യണം, ക്രോണോളജിക്കൽ അതിന്റെ ഡേറ്റും മന്തും അടക്കം നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഒരു വർഷത്തിൽ തന്നെ ഇപ്പൊ 1947 അല്ലെങ്കിൽ 1946 ആണെങ്കിൽ 1946 ഒരുപാട് ഇവന്റ്സ് നടക്കുന്നുണ്ട്. അധികം ഡിഫറൻസ് അല്ലെങ്കിൽ അധികം ഡേറ്റുകൾ തമ്മിൽ ഗ്യാപ്പ് ഇല്ലാതെ പല തരത്തിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈവന്റ്സും നടക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് ആ ഒരു ഏരിയ എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതിൽ സ്പെക്ട്രം നിങ്ങൾക്ക് ഒരു സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം. സ്പെക്ട്രത്തിന്റെ ആ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റിൽ ഇങ്ങനെ ക്രോണോളജിക്കലി പോയിന്റ് ആയിട്ട് നടന്ന ഡേറ്റും എന്താണ് നടന്ന ഈവന്റ് എന്നുള്ളതും പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് എന്നുള്ളത് മുസ്ലിം ലീഗ് ബിഗിൻസ് ദ ഡയറക്റ്റ് ആക്ഷൻ ഡേ. മുസ്ലിം ലീഗിന്റെ ഡയറക്റ്റ് ആക്ഷൻ ഡേ. ഇന്ററിം ഗവൺമെന്റ് ടേക്സ് ഓഫീസ്. ഇന്ററിം ഗവൺമെന്റ് നിലവിൽ വരുന്നത്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബിൽ പാസ്ഡ് ബൈ ദ ഹൗസ് ഓഫ് കോമൺസ്. ഹൗസ് ഓഫ് കോമൺസ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബിൽ പാസ് ചെയ്യുന്ന ദിവസം. ആൻഡ് എന്താണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബിൽ പാസ്ഡ് ബൈ ദ ഹൗസ് ഓഫ് ലോർഡ്സ്. ഹൗസ് ഓഫ് ലോർഡ്സ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബിൽ പാസ് ചെയ്യുന്ന ദിവസം. ആൻഡ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബിൽ റിസീവ്ഡ് റോയൽ അസെന്റ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ലിന് റോയൽ അസെന്റ് ലഭിക്കുന്ന വർഷം അല്ലെങ്കിൽ ദിവസം ഇതാണുള്ളത്. സോ ഇതിനെ ഒന്ന് കാലഗണനാ ക്രമത്തിൽ അടയാളപ്പെടുത്തുകയാണെങ്കിൽ നമുക്കൊക്കെ അറിയാം ഡയറക്റ്റ് ആക്ഷൻ ഡേ. മുസ്ലിം ലീഗിന്റെ ഡയറക്റ്റ് ആക്ഷൻ ഡേ എന്നാണ് വന്നത്, ഓഗസ്റ്റ് 16, 1946 എന്ത് വരുന്നത്, മുസ്ലിം ലീഗിന്റെ ഡയറക്റ്റ് ആക്ഷൻ ഡേ നടക്കുന്നത്. സോ ഇന്ത്യയിൽ മൊത്തം കമ്മ്യൂണൽ വയലൻസിന് തുടക്കം കുറിച്ചിലേക്ക് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എന്താണ് സിവിയർ ആയിട്ടുള്ള കമ്മ്യൂണൽ വയലൻസ് ഉണ്ടാക്കിയ ഒരു ഇവന്റ് ആയിരുന്നു മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ പ്രഖ്യാപിച്ചു എന്നുള്ളത്. ഓക്കെ, സോ പിന്നീട് ഇന്ത്യൻ ഗവൺമെന്റ് വരുന്നത്. എപ്പോഴാണ് ഇന്ത്യൻ ഗവൺമെന്റ് വരുന്നത്, സെപ്റ്റംബർ 2, 1946 ഇന്ത്യൻ ഗവൺമെന്റ് വരുന്നത്. ഓക്കെ, പിന്നെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ല് ഹൗസ് ഓഫ് കോമൺസ് പാസ് ചെയ്തിട്ടുള്ളത് ജൂലൈ 15, 1947 സോ ഇന്ത്യയിലൊക്കെ പോലെ ഒരു ബൈക്യാമറൽ ലെജിസ്ലേറ്റർ ആണ് അവിടെ ഉള്ളത്, ഇംഗ്ലണ്ടിലുള്ളത്. അതുകൊണ്ട് എന്തുണ്ടാവും, രണ്ട് ഹൗസ് ഉണ്ട്, ഹൗസ് ഓഫ് കോമൺസും ഹൗസ് ഓഫ് ലോർഡ്സും. അതിൽ ഹൗസ് ഓഫ് കോമൺസ് ജൂലൈ 15 പാസ് ചെയ്തിട്ടുള്ളത്. ഹൗസ് ഓഫ് ലോർഡ്സ് ഈ ഒരു ഇൻഡിപെൻഡൻസ് ബില്ല് ജൂലൈ 16 പാസ് ചെയ്തു എന്നാണ് പറയുന്നത്. ആൻഡ് അതിന് റോയൽ അസെന്റ് ലഭിച്ചിട്ടുള്ളത് ജൂലൈ 18, 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നത് എപ്പോഴാണ്, ഓഗസ്റ്റ് 15, 1947 അത് നിലവിൽ വന്നത്. ഓക്കെ, സോ ആ ഒരു കറക്റ്റ് ഓർഡർ എന്നുള്ളത് തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ ഓർഡർ തന്നെയാണ്. ABCDE എന്നുള്ളതാണ് കറക്റ്റ് ഓർഡർ എന്നുള്ളത്. ഓക്കെ, ABDCE, BADCE, ABCDE, BACD ഇത് വരും. ഓപ്ഷൻ C ABCDE എന്നുള്ളതാണ് അതിന്റെ ഒരു കറക്റ്റ് ആൻസർ എന്നുള്ളത്. മുസ്ലിം ലീഗിന്റെ ഡയറക്റ്റ് ആക്ഷൻ ഡേ 16th ഓഗസ്റ്റ് 1946 ഇന്ത്യൻ ഗവൺമെന്റ് വരുന്നത് 2nd സെപ്റ്റംബർ 1946 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബിൽ പാസ്സാവുന്നത് ജൂലൈ 15, 1947 ഹൗസ് ഓഫ് കോമൺസ് പാസ് ചെയ്യുന്നത്. ഹൗസ് ഓഫ് ലോർഡ്സ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ല് പാസ് ചെയ്യുന്നത് ജൂലൈ 16, 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ലിന് റോയൽ അസെന്റ് ലഭിക്കുന്നത് ജൂലൈ 18, 1947 ഓക്കെ, സോ മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 എന്തൊക്കെ ഉണ്ട്, ആനന്ദ് മധ്. ലൈക്ക് നമ്മുടെ ഇത് ഫിലിംസ് എന്ന് പറയപ്പെടുന്ന ഒരു സെക്ഷൻ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ബേസിക്കലി കുറച്ചെങ്കിലും ഫാക്ട്സ് നിങ്ങൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം ഫിലിംസിനെ പറ്റിയിട്ട്. ഈ ഒരു രീതിയിൽ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ആനന്ദ് മധ് എന്ന് പറയുന്ന ഫിലിംസ് അതിന്റെ ഡയറക്ടർ ആരാണെന്നുള്ളതാണ് നമ്മൾ മാച്ച് ചെയ്യേണ്ടത്. ഫാദർ ഇന്ത്യ, ജയ് ഭാരത്, ജാൻസി കി റാണി. ഇപ്പൊ 4 ഫിലിം തന്നിട്ടുണ്ട്.
ബേസിക്കലി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഒരു നാഷണലിസ്റ്റ് ഐഡിയ അല്ലെങ്കിൽ പാട്രിയോട്ടിക് ഫിലിംസ് എന്നൊക്കെ ആ ഒരു കാറ്റഗറിയിലൊക്കെ നമുക്ക് പെടുത്താവുന്ന ഫിലിംസ് ആണ്. ഈ ഫിലിംസിന്റെ ഒക്കെ പ്രൊഡ്യൂസേഴ്സ് ആരാണ്, സോറി ഡയറക്ടേഴ്സ് ആരാണെന്നുള്ളതാണ് നമ്മൾ മാച്ച് ചെയ്യേണ്ടത്. സോ ഐ വിൽ ഗിവ് you 30 seconds. സോ ഇതിന്റെ ഒരു കറക്റ്റ് ഓർഡർ എന്നുള്ളത് തന്നിരിക്കുന്ന ഓർഡർ തന്നെയാണ്. ലൈക്ക് ആനന്ദ് മദിന്റെ ഡയറക്ടറാണ് ഹേമൻ ഗുപ്ത, ഫാദർ ഇന്ത്യ RS ചൗധരിയാണ് ഡയറക്ട് ചെയ്തിട്ടുള്ളത്, ജയ് ഭാരത് ഹോമി ആർ വാഡിയ, ജാൻസി കി റാണി, സൊഹ്റാബ് മോദി എന്നുള്ളത്. സോ ബേസിക്കലി നമുക്ക് കുറച്ച് ടഫ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സെക്ഷനാണ് ഫിലിംസ് എന്നുള്ളത്. സോ നമ്മളിപ്പോൾ ഫിലിംസിൽ പഠിക്കാമെന്ന് വിചാരിച്ചാലും ഏത് രീതിയിൽ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് അവർക്ക് ചോദിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഫിലിംസ് എന്നുള്ള ഒരു സെക്ഷനിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കുറച്ചൊരു ബേസിക് ഫാക്ട്സ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, സോ കറക്റ്റ് ഓപ്ഷൻസ് ഉള്ളത് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്നുള്ളത് ഓപ്ഷൻ A1 B3 C4 D2, A1 B2 C3 D4, A2 B1 C4 D3, A2 B1 C3 D4, A1 B2 C3 D4 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അഥവാ ഓപ്ഷൻ ബി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. സോ ഫിലിംസിനെ പറ്റി അല്ലെങ്കിൽ എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ ഫിലിംസിനെ പറ്റി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഫിലിംസ് എന്നുള്ളത് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ആദ്യമായിട്ടൊരു ഒരു മൂവിങ് പിക്ചർ ക്യാപ്ചർ ചെയ്യുന്ന വ്യക്തി എന്നുള്ളത് ഹരീഷ് ചന്ദ്ര സഖാരാം ബദ്വേക്കർ ആണ്. അദ്ദേഹത്തിന് സാവേദാദ എന്ന് പറയപ്പെടാറുണ്ട്. 1899 അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ബോംബെയിൽ നടന്നിട്ടുണ്ടായിരുന്ന ഒരു റെസ്ലിംഗ് മാച്ച് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഒരു ഏർലി മെയിൻ സ്റ്റോൺ ഇന്ത്യൻ സിനിമ. ബേസിക്കലി സിനിമ അല്ലെങ്കിൽ മൂവി മീൻസ് മൂവിങ് പിക്ചേഴ്സ് ആണ് അല്ലെ. സോ ഇത് ആദ്യമായിട്ട് ഷൂട്ട് ചെയ്ത ആളാരാണ്, ബദ്വേക്കർ ആണ് അല്ലെങ്കിൽ ഹരീഷ് ചന്ദ്ര സഖാരാം ബദ്വേക്കർ ആണ്. അദ്ദേഹം 1899 ബോംബെയിൽ വെച്ച് നടന്ന ഒരു റെസ്ലിംഗ് മാച്ച് റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഒരു ഫസ്റ്റ് ന്യൂസ് റീൽ വരുന്നതും ബദ്വേക്കറിന്റെ ഭാഗത്തു നിന്നാണ്. ആൻഡ് ഹിരലാൽ സെൻ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ഷോർട്ട് ഫിലിമാണ്. FB ധൻവാല എന്ന് പറയുന്ന ആള് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഷോർട്ട് ഫിലിംസ് ആ ഒരു കാലഘട്ടത്തിൽ 1900 ഒരുപാട് ഷോർട്ട് ഫിലിംസ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് സ്പ്ലെൻഡിഡ് വ്യൂ ഓഫ് ബോംബെയും അതുപോലെ തന്നെ ദ ടാബൂട്ട് പ്രൊസഷൻ എന്ന് പറയുന്നതും. ഓക്കെ, FB ധൻവാലയാണ് ഇതൊക്കെ ഷോട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന ഒരു വ്യക്തി ദാദാ സാഹിബ് ഫൽക്കെ ആണ്. ഹീസ് നോൺ ആസ് ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്നുള്ളത് ധുന്തിരാജ് ഗോവിന്ദരാജ് ഫൽക്കെ എന്നുള്ളതാണ്. അത് ഒരു ഫസ്റ്റ് സൈലന്റ് ഫിലിം ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ ആദ്യത്തെ ഒരു സൈലന്റ് ഫിലിം വരുന്നത് രാജാ ഹരീഷ് ചന്ദ്ര എന്ന് പറയുന്ന ഫിലിമാണ്. 1913 മെയ് 13 ഈ ഒരു ഫിലിം വരുന്നത്. ഇനി ഇന്ത്യൻ സിനിമയെ നമുക്ക് ബ്രോഡായിട്ട് 3 ഫേസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ ഒന്നാമത്തെ ഫേസ് എന്നുള്ളത് സൈലന്റ് ഫിലിംസിന്റെ അറിയാണ്. 1913 മുതൽ 31 വരെ ഇന്ത്യയിൽ എന്താണ്, നിശബ്ദ ചിത്രങ്ങളാണ് ഉണ്ടായിരുന്നത്. ഫേസ് 2 പ്രീ ഇൻഡിപെൻഡൻസ് ടോക്കീസ്. 1930 ശേഷം പിന്നീട് എന്ത് ചെയ്തു, ശബ്ദമുള്ള ഫിലിംസ് ടോക്കീസ് വരാൻ തുടങ്ങി. 1931 to 47 നമ്മൾ പ്രീ ഇൻഡിപെൻഡൻസ് ടോക്കീസ് എന്ന് പറയപ്പെടുന്നു. പിന്നെ ഫേസ് 3 എന്നുള്ളത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഫിലിംസ് ആണ്. 1947 ശേഷം പിന്നീടുള്ള ആ ഫിലിമിനെയാണ് നമ്മൾ മൂന്നാമത്തെ ഫേസിൽ പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ദാദാ സാഹിബ് ഫൽക്കെയും രാജാ ഹരീഷ് ചന്ദ്ര എന്ന് പറയുന്ന ആ ഒരു ഫിലിമിനെ നിങ്ങൾ മറക്കരുത്. അതിൽ 1930 to 31 ആണ് സൈലന്റ് ഫിലിംസിന്റെ എറ എന്ന് പറഞ്ഞു. 1913 ആകെ ഇന്ത്യയിൽ എത്ര ഫിലിംസ് ഉണ്ടായല്ലോ, 3 ഫിലിംസ്. 3 എന്താണ്, സൈലന്റ് ഫിലിംസ് ആണ്. കാരണം അന്ന് നിശബ്ദ ചിത്രങ്ങളുടെ കാലഘട്ടമായിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള വർഷം എന്തായി മാറി, സിനിമ ഇങ്ങനെ എണ്ണം കൂടിക്കൂടി വന്നു. അങ്ങനെ ഒരു നിശബ്ദ ഫിലിംസിന്റെ എറ കഴിയുന്ന കാലഘട്ടം 1934 ആകുമ്പോഴത്തേനെ 1300ഓളം ഫിലിംസ് എന്തുണ്ടായിരുന്നു, ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 1934 4 നിശബ്ദ ചിത്രം മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. കാരണം എന്താണ്, ആ ഒരു സമയത്ത് ടോക്കി എന്ന് പറയപ്പെടുന്ന കാറ്റഗറിയിൽ അല്ലെങ്കിൽ ശബ്ദമുള്ള ഫിലിംസ് ഇറങ്ങി തുടങ്ങി. സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വൺ ഓഫ് ദ ഏർലിയസ്റ്റ് മൂവിയാണ് കീചക് വധം എന്നുള്ളത്. കീചക് വധം 1917 ഇറങ്ങുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡൺ ബൈ ആർ നടരാജ മുതലിയാർ. ഇതൊന്നും നിങ്ങൾ ഓർത്തിരിക്കണം. 1917 കീചക് വധം വരുന്നത്. കീചക് എന്നുള്ളത് മഹാഭാരതയിലെ ഒരു ക്യാരക്ടറാണ്. മഹാഭാരതത്തിലെ ഒരു എപ്പിക് ക്യാരക്ടറാണ് കീചക് എന്നുള്ളത്. കീചകിനെ വധിക്കുന്ന രീതിയിലുള്ള ഒരു ഫിലിം ആണത്. സോ എന്താണ്, 1917 ഇറങ്ങുന്നത്. ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആർ നടരാജ മുതലിയാറാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി 1917
ജെഫ് മാധൻ മെയ്ഡ് സത്യാവതി ഹരീഷ് ചന്ദ്ര എന്ന് പറയുന്ന ഒരു ഫിലിം 1917 ഇറങ്ങിയാണ്. ബാബുറാവു പെയിന്റർ സ്റ്റാർട്ട് എ മഹാരാഷ്ട്രീയൻ ഫിലിം കമ്പനി ഇൻ 1917. സോ നിങ്ങൾക്ക് ക്രൊണോളജിക്കലി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന രീതിയാണ് ബാബുറാവു പെയിന്റർ എന്നുള്ളത്. അദ്ദേഹം ദാദാ സാഹിബ് ഫൽക്കെയുടെ ശിഷ്യനും കൂടെയായിരുന്നു. ഓക്കെ, ദാദാ സാഹിബ് ഫൽക്കെയുടെ ഒരു ഡിസൈപ്പിൾ ആണ് ബാബുറാവു പെയിന്റർ. അദ്ദേഹം ഒരു മഹാരാഷ്ട്രീയൻ ഫിലിം കമ്പനി തുടങ്ങുന്നുണ്ട്. എപ്പോഴാണ് തുടങ്ങുന്നത്? 1917 തുടങ്ങുന്നത്. ആൻഡ് ദാദാ സാഹിബ് ഫൽക്കെന്റെ കാലഘട്ടത്തിൽ ദാദാ സാഹിബ് ഫൽക്കെ ഒരു ഷോർട്ട് മൂവി ഇറക്കിയിട്ടുണ്ട്. ഈ ഷോർട്ട് മൂവിയുടെ ഒരു പ്രമേയം അല്ലെങ്കിൽ ആ ഷോർട്ട് മൂവിയിൽ പറയുന്നത് എങ്ങനെയാണ് ഫിലിംസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് മൂവി മേക്കിംഗ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഷോർട്ട് മൂവിയാണ്. അതിന്റെ പേര് തന്നെ എന്താണ്? ഹൗ ഫിലിംസ് ആർ മെയ്ഡ് എന്നുള്ളതാണ്. ഇതും 1917 ആണ് വരുന്നത്. 1920 ആകുമ്പോഴത്തേന് എന്താണ്? ഫിലിംസിന്റെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിലുണ്ട്. ബ്രിട്ടീഷ് ഗവൺമെന്റിന് എന്ത് ചെയ്തു? ഒബ്വിയസ്ലി ഫിലിംസ് എന്നുള്ളത് ഇന്ത്യക്കാര് അവർക്കെതിരെയുള്ള അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു റെസിസ്റ്റൻസ് മെത്തേഡായിട്ട് യൂസ് ചെയ്യുമോ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കിടയിൽ ദേശീയത വളർത്താനുള്ള ഒരു ടൂളായിട്ട് യൂസ് ചെയ്യുമോ എന്നൊക്കെ ഒരു ബോധം, ഒരു പേടി വന്നു തുടങ്ങി. അതുകൊണ്ട് തന്നെ 1920 ഫിലിം സെൻസർ ബോർഡ്സ് ഇന്ത്യയിൽ വരികയാണ്. എവിടേക്കാണ് വന്നത്? 3 പ്രസിഡൻസിയിലും വന്നു. ബോംബെ പ്രസിഡൻസി, കൽക്കട്ട, മദ്രാസ്. ഈ 3 പ്രസിഡൻസിയിലും ഫിലിം സെൻസർ ബോർഡ് വന്ന വർഷം എന്നുള്ളത് 1920. ഫസ്റ്റ് ഫിലിം മാഗസിൻ എന്നുള്ളത് ബിജോലിയാണ്. ഇതും എന്താണ്? ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കാം. ആദ്യത്തെ ഫിലിം മാഗസിൻ എന്നുള്ളത് ഏതാണ്? ബിജോലിയാണ്. ബിജോലി വരുന്നത് 1920 1920 ബിജോലി എന്ന് പറയപ്പെടുന്ന ആദ്യത്തെ ഫിലിം മാഗസിൻ വരുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഇൻ ബംഗാളി ലാംഗ്വേജ്. ബംഗാളി ലാംഗ്വേജിലാണ് ബിജോലി ഉണ്ടായത്. പിന്നെ ഇന്ത്യ ഒരു ഫോറിൻ കൊളാബറേഷൻ ഉപയോഗിച്ചിട്ടില്ല, ഒരു ഫോറിൻ ഹെൽപ്പോട് കൂടി ഇറക്കിയിട്ടുണ്ടായിരുന്ന ആദ്യത്തെ ഫിലിം എന്നുള്ളത് നള ദമയന്തി എന്ന് പറയപ്പെടുന്ന ഫിലിമാണ്. 1920 ഇറ്റാലിയൻ കൊളാബറേഷൻ ആയിരുന്നു ഈ നള ദമയന്തിയുടെ പ്രൊഡ്യൂസിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഒരു ഫോറിൻ ഹെൽപ്പോട് കൂടി ഇന്ത്യ ഇറക്കിയിട്ടുണ്ടായിരുന്ന ആദ്യത്തെ ഫിലിം എന്നുള്ളത് ഏതാണ്? നള ദമയന്തിയാണ്. ഫസ്റ്റ് മൂവി വിത്ത് ഫോറിൻ കൊളാബ് ഇറ്റാലിയൻ കൊളാബറേഷൻ ആയിരുന്നു നള ദമയന്തിയുടെ പ്രൊഡ്യൂസിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ട് ഫിലിം അല്ലെങ്കിൽ കല പ്രമേയമാക്കിയിട്ട് ഇറങ്ങിയ ആദ്യത്തെ ഫിലിം എന്നുള്ളത് സൗഖരി പാഷ് എന്ന് പറയപ്പെടുന്ന ബാബുറാവു പെയിന്റർ. ബാബുറാവു പെയിന്റർ നമ്മൾ ഓൾറെഡി പറഞ്ഞു 1917 ഒരു മഹാരാഷ്ട്രൻ ഫിലിം കമ്പനിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന നമ്മുടെ ദാദാ സാഹിബ് ഫൽക്കെയുടെ ഡിസൈപ്പിൾ ആണ് ആര്? ബാബുറാവു പെയിന്റർ എന്നുള്ളത്. അദ്ദേഹമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ട് ഫിലിം ഉണ്ടാക്കുന്നത്. 1925 ഈ ആർട്ട് ഫിലിം വരുന്നത്. അതിന്റെ പേരാണ് എന്ത്? സൗഖരി പാഷ് എന്നുള്ളത്. സോ സൗഖരി പാഷ് ബൈ ബാബുറാവു പെയിന്റർ ഇൻ 1925 is popular as first Indian art film എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു? യൂറോപ്യൻസ് വീണ്ടും എന്തായിരുന്നു? അവർക്കിടയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു. ഈ ഫിലിംസ് എന്നുള്ളത് ഇന്ത്യക്കാർക്കിടയിൽ ദേശീയത അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കിടയിൽ പാട്രിയോട്ടിസം, നാഷണലിസം പോലെയുള്ള ഫീലിങ്സ് ഒക്കെ വളർത്തുമോ എന്നൊരു ഭയം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 1970 യൂറോപ്യൻ അസോസിയേഷൻ വാണ്ട് ദ ഗവൺമെന്റ് എഗനിസ്റ്റ് ഫിലിം കോൾഡ് സർപ്പന്റൈൻ ഡാൻസ്. ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന സർപ്പന്റൈൻ ഡാൻസ് എന്ന ഒരു സിനിമക്കെതിരെ അവിടുത്തെ യൂറോപ്യൻ ഗവൺമെന്റ് ആക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ കളർ ഫിലിം ഏതായിരുന്നു? ഫസ്റ്റ് കളർ ഫിലിം എന്നുള്ളത് അത് 1937 1937 അർദേഷിർ ഇറാനി പ്രൊഡ്യൂസ് ചെയ്യുന്ന കിസാൻ കന്യ അല്ലെങ്കിൽ പെസന്റ് ഗേൾ എന്ന് പറയപ്പെടുന്ന ഫിലിമാണ് ഇന്ത്യയിലെ ഫസ്റ്റത്തെ കളർ ഫിലിം എന്നുള്ളത്. ഇന്ത്യയിൽ ഫസ്റ്റ് ഒരു ഫോറിൻ കൊളാബറേഷനിലൂടെ ഇറങ്ങിയ ഫിലിം എന്നുള്ളത് നള ദമയന്തി ആണ് നമ്മൾ പറഞ്ഞു. ഇറ്റാലിയൻ കൊളാബറേഷൻ ആയിരുന്നു. ആദ്യത്തെ ഫസ്റ്റത്തെ ആർട്ട് ഫിലിം എന്നുള്ളത് സൗഖരി പാഷ ആണെന്നും പറഞ്ഞു. ബാബുറാവു പെയിന്ററിൻ്റെതാണ്. ഇനി ആദ്യത്തെ കളർ ഫിലിം എന്നുള്ളത് 1937 വരുന്ന അർദേഷിർ ഇറാനി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന കിസാൻ കന്യാണ്. ഓക്കെ, ഇനി സോഷ്യൽ ജസ്റ്റിസ് അല്ലെങ്കിൽ ഒരു സാമൂഹ്യ നീതിയൊക്കെ പറയുന്ന ഒരു ഫിലിമായിരുന്നു അച്യുത് കന്യ എന്നുള്ളത്. 1936 അച്യുത് കന്യ വരുന്നത്. ബോംബെ ടോക്കീസ് ആണ് അതിന്റെ. അതില് സാൻഡ് തുഖാരാം ആൻഡ് ഇത് നിങ്ങൾ ഓർത്തിരിക്കുക, സോഷ്യൽ ജസ്റ്റിസ് പ്രമേയമാക്കിയിട്ടുണ്ടായിരുന്ന എയർലിസ്റ്റ് മൂവിയാണ് അച്യുത് കന്യ എന്നുള്ളത്. ഓക്കെ, ആൻഡ് ടു മാർക്ക് ദ സെന്റിനറി ഓഫ് ദ ബർത്ത് ഓഫ് രവീന്ദ്രനാഥ് ടാഗോർ റായ് മേഡ് തീൻ കന്യ. തീൻ കന്യ എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ 3 ഡോട്ടേഴ്സ് ആണ് അതിന്റെ ഇംഗ്ലീഷ്.
1961 വരുന്ന ഫിലിമാണ്. അത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ 100ാമത്തെ ജന്മവാർഷികം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയ ഫിലിമായിരുന്നു തീൻ കന്യ എന്നുള്ളത്. ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് ഫിലിംസിനെ പറ്റിയിട്ട്. ബാക്കിയൊക്കെ നിങ്ങൾ ഫിലിംസിന് ഒന്ന് PYQs ഒക്കെ നോക്കിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് എനിക്ക് റീസെന്റ് ആയിട്ട് ഇതുവരെ ചോദിക്കാത്ത രീതിയിലൊരു ചോദ്യമാണ്. ഇതിൽ തന്നിട്ടുള്ളത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യയിൽ ഫേമസ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഒക്കെ കൊടുത്ത പേഴ്സണാലിറ്റീസും അവർ ഓരോരുത്തരും ഏത് മേഖലയിലാണ് ഫേമസ്, അല്ലെങ്കിൽ ഏത് മേഖലയിലാണ് അവർ കോൺട്രിബ്യൂഷൻസ് കൊടുത്തതും എന്നുള്ളതാണ് അവിടെ ഉള്ളത്. അത് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. സോ ലിസ്റ്റ് 1-ലുള്ളത് KS കൃഷ്ണൻ, SS ഭട്നാഗർ, TS വെങ്കട്ടരാമൻ, ബീർബൽ സാനി. ലിസ്റ്റ് 2-ലുള്ളത് ഫിസിക്സ്, കെമിസ്ട്രി, അഗ്രികൾച്ചറൽ സയൻസ്, പാലിയോ ബോട്ടണി. ഓക്കെ, മാച്ച് ചെയ്തോളൂ. ഐ വിൽ ഗിവ് യു 30 seconds. KS കൃഷ്ണൻ ഫിസിക്സിലാണ് ഫേമസ്, SS ഭട്നാഗർ കെമിസ്ട്രിയിലാണ്, TS വെങ്കട്ടരാമൻ അഗ്രികൾച്ചറൽ സയൻസിലാണ്, ബീർബൽ സാനി പാലിയോ ബോട്ടണിയിലാണ്. സോ തന്നിരിക്കുന്ന ഓർഡർ തന്നെ കറക്റ്റ് ഓർഡർ ആണ്. സോ എന്തുവരും ആൻസർ A1 B2 C3 D4 എന്നുള്ള ഓർഡറിലാണ് ആൻസർ വരും. ഇനി ബാക്കി ഓപ്ഷൻസ് നോക്കാം. A1 B2 C3 D4, A1 B2 C4 D3, A3 B2 C1 D4, A4 B2 C3 D1. ഇത് വരും ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. സോ ബീർബൽ സാനി എന്നുള്ളത് he was an Indian paleobotanist who studied the fossils of the Indian subcontinent. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലുള്ള ഫോസിൽസിനെ പറ്റി പഠിച്ച പാലിയോ ബോട്ടണിസ്റ്റ് ആണ് ആര്, ബീർബൽ സാനി എന്നുള്ളത്. ജിയോളജിയിലും ആർക്കിയോളജിയിലും അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് എന്തായിരുന്നു. ഇന്ന് കാണുന്ന ബീർബൽ സാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ ബോട്ടണി എന്നുള്ളത് അദ്ദേഹമാണ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. 1946 ലക്നൌവിലാണ് ബീർബൽ സാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ ബോട്ടണി ഉള്ളത്. നെക്സ്റ്റ് KS കൃഷ്ണനാണ്. KS കൃഷ്ണൻ എന്നുള്ളത് കാര്യമാണിക്യം ശ്രീനിവാസ കൃഷ്ണൻ എന്നുള്ളത് അദ്ദേഹം ഇന്ത്യൻ ഫിസിസിസ്റ്റ് ആണ്. സോ നമുക്ക് കൂടുതലായിട്ടും അറിയപ്പെടുന്ന ഇന്ത്യയിലുള്ള ഒരു ഫിസിസ്റ്റ് എന്നുള്ളത് ആരാണ്, CV രാമനാണ് അല്ലെ. രാമൻ സ്കാറ്ററിംഗ് എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ട് നോബൽ പ്രൈസിന് പോലും അദ്ദേഹത്തിന് അർഹനാക്കിയിട്ടുള്ള ആ ഒരു കണ്ടുപിടുത്തം CV രാമന്റെ ആണ്. അന്ന് CV രാമൻ സ്കാറ്ററിംഗ് കണ്ടുപിടിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കോ ഡിസ്കവർ ആയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു മെന്റി ആയിട്ടൊക്കെ ഉണ്ടായിരുന്ന ആളാണ് ആര്, നമ്മുടെ KS കൃഷ്ണൻ എന്നുള്ളത്. സോ അദ്ദേഹം എന്താണ്, ഹി വാസ് എ co-discoverer of Raman scattering, for which his mentor CV Raman was awarded the 1930 Nobel Prize in Physics. CV Raman Nobel Prize ലഭിച്ച വർഷം 1930-ലാണ്. നെക്സ്റ്റ് TS വെങ്കട്ടരാമൻ ആണ്. അദ്ദേഹം ഇന്ത്യൻ ബൊട്ടാണിസ്റ്റ് ആണ്, അതുപോലെ തന്നെ അഗ്രോണമിസ്റ്റും ആണ്. ഇദ്ദേഹം കൂടുതലായിട്ടും അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഷുഗർ കെയിൻ പ്ലാന്റേഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ആൻഡ് ഈസ് ഓൾസോ നോൺ ആസ് ഷുഗർ കെയിൻ വിസാർഡ് എന്നുള്ള പേരിലൊക്കെ TS വെങ്കട്ടരാമൻ അറിയപ്പെടാറുണ്ട്. Okay, so he was an Indian botanist, agronomist and plant geneticist who specialized in the study of hybridization of sugarcane. Sugarcane hybridization എന്നുള്ളതാണ് TS വെങ്കട്ടരാമന്റെ ഒരു അദ്ദേഹത്തിന്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ഫീൽഡ് ഓഫ് സ്റ്റഡി എന്നുള്ളത്. അതുകൊണ്ട് അദ്ദേഹം എന്തും അറിയപ്പെടാറുണ്ട്, ഷുഗർകെയിൻ വിസാർഡ് എന്നും TS വെങ്കട്ടരാമൻ അറിയപ്പെടാറുണ്ട്. നെക്സ്റ്റ് SS ഭട്നാഗർ ആണ്. ഹി വാസ് ആൻ ഇന്ത്യൻ കൊളോയിഡ് കെമിസ്റ്റ്. ഓക്കെ, സോ കെമിസ്ട്രി ആണ് അദ്ദേഹത്തിന്റെ ഫീൽഡ്. അക്കാഡമിക് ആൻഡ് സയന്റിഫിക് അഡ്മിനിസ്ട്രേറ്റർ ആണ്. ദ ഫസ്റ്റ് ഡയറക്ടർ ജനറൽ ഓഫ് ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. CSIR ഭട്നാഗറിന്റെ CSIR ആണ് ആദ്യത്തെ ഡയറക്ടർ ജനറൽ ആണ് ആരും ഭട്നാഗർ എന്നുള്ളത്. ആൻഡ് ഹി ഈസ് ഓൾസോ നോൺ ആസ് ദ ഫാദർ ഓഫ് റിസർച്ച് ലബോറട്ടറീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ റിസർച്ച് ലബോറട്ടറീസിന്റെ ഫാദർ എന്നുള്ള ഒരു ടൈറ്റിലും SS ഭട്നാഗറിനാണ് ഉള്ളത്. ഓക്കെ, സോ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ഇന്ത്യൻ കൊളോയിഡ് കെമിസ്റ്റ് ആണ്, അക്കാഡമിക് ആൻഡ് സയന്റിഫിക് അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഹി വാസ് ദ ഫസ്റ്റ് ഡയറക്ടർ ജനറൽ ഓഫ് ദ കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. CSIRന്റെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ ആണ് SS ഭട്നാഗർ എന്നുള്ളത്. ആൻഡ് ഹി ഈസ് ഓൾസോ നോൺ ആസ് ഫാദർ ഓഫ് റിസർച്ച് ലബോറട്ടറീസ് ഇൻ ഇന്ത്യ എന്നൊരു ടൈറ്റിലും SS ഭട്നാഗറിനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും ഫിലിമുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ദ ഫിലിം ഭക്ത് വിദൂർ, after a lot of censoring and ban,
was released under a new title of. So ഭക്തി വിദൂർ എന്ന് പറയപ്പെടുന്ന ഒരു ഫിലിം ഇതിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1920s അല്ലെങ്കിൽ 1970s ഒക്കെ ആകുമ്പോഴത്തേന് എന്തുണ്ടത്, യൂറോപ്യൻസിന്റെ ഭാഗത്ത് നിന്ന് ഭയങ്കരമായിട്ടുള്ള സെൻസറിങ്ങും ബാനിങ്ങും ഒക്കെ ഇന്ത്യൻ ഫിലിംസ് നേരിടേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സെൻസറിങ്ങിനും ബാനിങ്ങിനും ശേഷം ഭക്തി വിദൂർ എന്നുള്ള ഒരു ഇന്ത്യൻ ഫിലിം റിലീസ് ചെയ്തു. അതിലൊരു പുതിയ ടൈറ്റിൽ എന്തായിരുന്നു എന്നാണ് സേത് കി ലഡ്കി, ധർമ്മ വിജയ്, ധർമാത്മ, മഹാത്മ. ഏത് ഫിലിമിലാണ് ഏത് ടൈറ്റിലാണ് ആ ഫിലിം വീണ്ടും റീ റിലീസ് ആയിട്ടുള്ളത് എന്നാണ്. ഓക്കെ, ഐ വിൽ ഗിവ് ഇറ്റ് 30 seconds. ധർമ്മ വിജയ് എന്ന ടൈറ്റിലാണ് ആ ഫിലിം ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. സോ ഓപ്ഷൻ ബി ആണ് അതിലെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് ഇൻ എ ക്രോണോളജിക്കൽ സീക്വൻസ്. താഴെ തന്നിരിക്കുന്നതിനെ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. എ എന്നുള്ളത് വെർണാക്കുലർ പ്രസ് ആക്ട്, ഏജ് ഓഫ് കൺസെന്റ് ആക്ട്, ഇന്ത്യൻ കൗൺസിൽ ആക്ട്, മിന്റോ മോർലി റിഫോംസ്, പാർട്ടീഷൻ ഓഫ് ബംഗാൾ. സോ ഇതും എളുപ്പമുള്ളതാണ്. വെർണാക്കുലർ പ്രസ് ആക്ട് അതിന്റെ വർഷം ഇതാണ്. ഏജ് ഓഫ് കൺസെന്റ് ആക്ട് നമ്മൾ യൂണിറ്റ് ആയിട്ട് മുഴുവൻ പറഞ്ഞതാണ്. ഏജ് ഓഫ് കൺസെന്റ് ആക്ട് എന്നുള്ളത് പെൺകുട്ടികളുടെ വിവാഹപ്രായം 12 വയസ്സായിട്ട് ഉയർത്തിയ ആക്ട് ആയിരുന്നു ഏജ് ഓഫ് കൺസെന്റ് ആക്ട് എന്നുള്ളത്. ലോർഡ് ലാൻസ്ഡൗൺ ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിലെ വൈസ്രോയി എന്നുള്ളത്. ഇന്ത്യൻ കൗൺസിൽ ആക്ട്, മോർലി മിന്റോ റിഫോംസ്, പാർട്ടീഷൻ ഓഫ് ബംഗാൾ. പാർട്ടീഷൻ ഓഫ് ബംഗാൾ ആനുവൽ പിൻവലിച്ച വർഷം കേട്ടോ, പാർട്ടീഷൻ ഓഫ് ബംഗാളിന്റെ വർഷമല്ല. സോ നോക്കുകയാണെങ്കിൽ വെർണാക്കുലർ പ്രസ് ആക്ട് എപ്പോഴാണ് വരുന്നത്, 1878 ഗാഗിംഗ് ആക്ട് അല്ലെങ്കിൽ വെർണാക്കുലർ പ്രസ് ആക്ട് വരുന്നത്. ഓക്കെ, ഏജ് ഓഫ് കൺസെന്റ് ആക്ട് 1891 ഇന്ത്യൻ കൗൺസിൽ ആക്ട് വരുന്നത് 1892 മിന്റോ മോർലി റിഫോംസ് 1909 ആദ്യമായിട്ട് നമ്മുടെ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഒക്കെ വരുന്നത് മിന്റോ മോർലി റിഫോംസിലാണ്. ആൻഡ് മിന്റോ ഇസ് നോൺ ആസ് എ ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ടറേറ്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാർട്ടീഷൻ ഓഫ് ബംഗാളിനെ അനൗൺസ് ചെയ്യുന്നത് നമ്മുടെ ലോർഡ് ഹാർഡിഞ്ചർ സെക്കൻഡിന്റെ കാലഘട്ടത്തിലാണ്, 1911. ഇതിനു ശേഷമാണ് ക്യാപിറ്റൽ ബംഗാളിൽ നിന്ന് അല്ലെങ്കിൽ കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതൊക്കെ. ഓക്കെ, ABCDE, ACBDE, BCADE, BACDE. സോ എന്താണ് കറക്റ്റ് ഓർഡർ വരിക, ABCDE എന്നുള്ളതാണ് കറക്റ്റ് ഓർഡർ ആയിട്ട് വരിക. വെർണാക്കുലർ പ്രസ് ആക്ട് 1878, ഏജ് ഓഫ് കൺസെന്റ് ആക്ട് 1891, ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1892, മിന്റോ മോർലി റിഫോംസ് 1909, പാർട്ടീഷൻ ഓഫ് ബംഗാൾ 1911. ലോർഡ് ലിറ്റന്റെ കാലഘട്ടത്തിൽ, ലോർഡ് ലാൻസ്ഡൗണിന്റെ കാലഘട്ടത്തിലാണ്. ആൻഡ് മിന്റോ മോർലി റിഫോംസ് മിന്റോ ആണ്. പാർട്ടീഷൻ ഓഫ് ബംഗാൾ ലോർഡ് ഹാർഡിഞ്ചയുടെ കാലഘട്ടത്തിലാണ്. സോ നമ്മൾ ഇവിടെ തന്നെ നോക്കേണ്ടത് പ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഒരുപാട് ആക്ട്സ് ഉണ്ടായിട്ടുണ്ട്. അതിനെപ്പറ്റി ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാവണം. ഓക്കെ, ആദ്യം വരുന്നത് സെൻസർഷിപ്പ് ഓഫ് പ്രസ് ആക്ട് എന്ന ടൈറ്റിൽ 1799 ഒരു ഫസ്റ്റത്തെ ഒരു പ്രസ് ആക്ട് വരുന്നത്, സെൻസർഷിപ്പ് ഓഫ് പ്രസ് ആക്ട് എന്നുള്ളത്. ആരായിരുന്നു ഇത് എനാക്ട് ചെയ്തിട്ടുള്ളത്, ലോർഡ് വെല്ലസ്ലിയുടെ കാലഘട്ടത്തിലാണ് സെൻസർഷിപ്പ് ഓഫ് പ്രസ് ആക്ട് വരുന്നത്. ആൻഡ് എന്തായിരുന്നു ചെയ്തിട്ടുള്ളത്, ഇറ്റ് ഇമ്പോസ്ഡ് ഓൾമോസ്റ്റ് വാർ ടൈം പ്രസ് റെസ്ട്രിക്ഷൻസ് ഇൻക്ലൂഡിംഗ് പ്രീ സെൻസർഷിപ്പ്. വാർ ടൈം റെസ്ട്രിക്ഷൻസ് ഇന്ത്യൻ പ്രസിന്റെ മേലെ ചുമത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രീ സെൻസർഷിപ്പ് ഒക്കെ ചുമത്തിയിട്ടുള്ള ഒരു ആക്ട് ആയിരുന്നു സെൻസർഷിപ്പ് ഓഫ് പ്രസ് ആക്ട് എന്നുള്ളത്. ലോർഡ് വെല്ലസ്ലിയാണ് ഇനാക്ട് ചെയ്യുന്നത്. ആരാണ് ഇത് പിൻവലിക്കുന്നത്, ലോർഡ് ഹേസ്റ്റിങ്സ് ആണ് ഇത് പിൻവലിക്കുന്നത്. ഓക്കെ, 1818 ഇത് റിപ്പീൽ ആവുന്നത്. നെക്സ്റ്റ് ആക്ട് എന്നുള്ളത് ലൈസൻസിങ് റെഗുലേഷൻസ് എന്നുള്ള പേരിൽ 1823 വന്ന ഒരു ആക്ട് ആണ്. അന്നത്തെ ആക്ടിംഗ് ഗവർണർ ജനറൽ ആയിരുന്ന ജോൺ ആദംസ് ആണ് ഈ ഒരു ആക്ട് ഇനാക്ട് ചെയ്തിട്ടുള്ളത്. സോ ജോൺ ആദംസ് കുറച്ചൊക്കെ റിയാക്ഷണറി വ്യൂസ് ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ ലൈസൻസിങ് റെഗുലേഷൻ എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള റിജിഡ് ആയിട്ടുള്ള ഒരു ആക്ട് ആയിരുന്നു. എന്താണ് ഈ ലൈസൻസിങ് റെഗുലേഷൻസ് പറയുന്നത്, അക്കോർഡിംഗ് ടു ദീസ് റെഗുലേഷൻ സ്റ്റാർട്ടിംഗ് ഓർ യൂസിങ് എ പ്രസ് വിത്തൗട്ട് ലൈസൻസ് വാസ് എ പീനൽ ഒഫൻസ്. ലൈസൻസ് ഇല്ലാതെ ഒരു പ്രസ് റൺ ചെയ്യുക അല്ലെങ്കിൽ പ്രസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് അതൊരു ക്രിമിനൽ കുറ്റമാണ്, അതൊരു പീനൽ ഒഫൻസ് ആണ് എന്ന് പറയുന്നതാണ് ലൈസൻസിങ് റെഗുലേഷൻസ് ഓഫ് 1823 എന്നുള്ളത്. ജോൺ ആദംസ് ആണ് അതിന്റെ ആള് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടന്റ് ഫാക്ട് എന്നുള്ളത് ഈ ഒരു ആക്ടിനെ ഭയന്നിട്ടാണ് അല്ലെങ്കിൽ ഈ ഒരു ആക്ട് കാരണമാണ് റാം മോഹൻ റോയുടെ ഉറുദു ജേണലായിരുന്ന മിറാത്തുൽ അക്ബർ അതിന്റെ പബ്ലിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരുന്നത് ലൈസൻസിങ് റെഗുലേഷൻസിന്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, സോ ലൈസൻസിങ് റെഗുലേഷന്റെ ഭാഗമായിട്ട്
ബാൻ ചെയ്യേണ്ടി വരുന്ന രാംമോഹൻ റോയുടെ പബ്ലിക്കേഷൻ ഏതാണെന്ന് ചോദിക്കാം. അത് മിറാത്തുൽ അക്ബർ ആണ്. അല്ലെങ്കിൽ മിറാത്തുൽ അക്ബർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏത് ആക്ട് പ്രകാരമാണ് എന്നുള്ളത് അത് ലൈസൻസിങ് റെഗുലേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ആക്ട് എന്നുള്ളത് പ്രസ് ആക്ട് ഓഫ് 1835 അല്ലെങ്കിൽ മെറ്റ്കാഫ് ആക്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ച രണ്ട് ആക്ടും എന്താണ്? ഭയങ്കര റിജിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റിയാക്ഷണറി ആക്ട് ആണ്. ഇന്ത്യയിലെ പ്രസിനെ റെസ്ട്രിക്ട് ചെയ്യുന്ന, കൺട്രോൾ ചെയ്യുന്ന ആക്ട് ആണ്. പക്ഷെ പ്രസ് ആക്ട് ഓഫ് 1835 അല്ലെങ്കിൽ മെറ്റ്കാഫ് ആക്ട് അങ്ങനെയല്ല. മെറ്റ്കാഫ് എന്ത് ചെയ്തു? ജോൺ ആദംസ് 1823 കൊണ്ടുവന്ന ആ ഒരു ഓർഡിനൻസ്, ആ ഒരു ആക്ട് ഉണ്ടല്ലോ, എന്താണ് ആക്ട്? ലൈസൻസ് ഇല്ലാതെ പ്രസ് നടത്തുക എന്നുള്ളത് ഒരു പീനൽ ഒഫൻസ് ആണ് എന്നുള്ള ഒരു ആക്ടിനെ പിൻവലിക്കുകയാണ് മെറ്റ്കാഫ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹീസ് നോൺ ആസ് ലിബറേറ്റർ ഓഫ് ഇന്ത്യൻ പ്രസ്. ഇന്ത്യൻ പ്രസിന്റെ വിമോചകൻ എന്നൊരു ടൈറ്റിൽ ആർക്കുണ്ട്? മെറ്റ്കാഫേക്ക് ഉണ്ട്. അങ്ങനെ മെറ്റ്കാഫ് പുതിയൊരു പ്രസ് ആക്ട് 1835 കൊണ്ടുവരാണ്. അപ്പൊ അതിൽ അദ്ദേഹം എന്ത് പറഞ്ഞു? നിങ്ങൾ കംപ്ലീറ്റ് ഒഫൻസ് ആക്കിയെന്ന് വേണ്ട, നിങ്ങൾ എന്ത് ചെയ്യണം? പ്രിന്റർ അല്ലെങ്കിൽ പബ്ലിഷർ എന്താണ് പബ്ലിക്കേഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കണം എന്നുള്ള രീതിയിൽ മാത്രമാക്കി. ഓക്കെ, ഇത് റിക്വയർഡ് എ പ്രിന്റർ ഓർ പബ്ലിഷർ ടു ഗിവ് എ പ്രിസൈസ് അക്കൗണ്ട് ഓഫ് പ്രീമിസസ് ഓഫ് എ പബ്ലിക്കേഷൻ ആൻഡ് സീസ് ഫംഗ്ഷനിങ് ഇഫ് റിക്വയർഡ് ബൈ എ സിമിലർ ഡിക്ലറേഷൻ. സോ നിങ്ങൾ എന്താണ് പബ്ലിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് എഴുതുന്നത് എന്നുള്ളതിന്റെ ഒരു പ്രിസൈസ് അക്കൗണ്ട് ആദ്യമേ കൊടുക്കണം. ഇനി അഥവാ നിങ്ങളോട് അത് ബാൻ ചെയ്യാൻ അല്ലെങ്കിൽ അത് ഫംഗ്ഷൻ ചെയ്യാൻ നിർത്തിവെക്കാൻ പറഞ്ഞാൽ അതനുസരിക്കണം. ഈ രീതിയിൽ എന്ത് ചെയ്തു? മെറ്റ്കാഫ് പുതിയൊരു ആക്ട് കൊണ്ടുവന്നു. അതിന്റെ ഭാഗമായിട്ട് എന്തുണ്ടായി? ഇന്ത്യയിൽ ഒരുപാട് ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ ആ ഒരു കാലഘട്ടത്തിൽ വർദ്ധിച്ചു വന്നു എന്നുള്ളതാണ് അവിടെ നടക്കുന്ന ഒരു ഇമ്പാക്ട്. നെക്സ്റ്റ് ആക്ട് എന്നുള്ളത് ലൈസൻസിങ് ആക്ട് ഓഫ് 1857 ആണ്. 1857 വരുന്ന ലൈസൻസിങ് ആക്ട് ആണ്. സോ 1857 റിവോൾട്ടിന്റെ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ലൈസൻസിങ് ആക്ട് വന്നിട്ടുള്ളത്. ഇതെന്ത് ചെയ്തു? It act imposed licensing restrictions in addition to the already existing registration process. So ഇപ്പോൾ നേരത്തെ മെറ്റ്കാഫ് ആക്ടിന്റെ ഭാഗമായിട്ട് ഒരു രജിസ്ട്രേഷൻ പ്രോസസ് ആണുള്ളത്. എല്ലാ പ്രിന്റും അല്ലെങ്കിൽ എല്ലാ പബ്ലിഷറും രജിസ്റ്റർ ചെയ്യണം. എല്ലാ പബ്ലിഷറും അവരെന്താണ് പബ്ലിഷ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് അറിയിക്കണം. ഒരു പ്രിസൈസ് അക്കൗണ്ട് ഓഫ് ഇൻഫർമേഷൻ കൊടുക്കണം. ഒരു രജിസ്ട്രേഷൻ പ്രോസസ് ആണുള്ളത്. ഈ രജിസ്ട്രേഷൻ പ്രോസസ്സിന്റെ പുറമെ എന്തും വന്നു? റെസ്ട്രിക്ഷൻസും വന്നു. എന്താണ് കാരണം? 1857 റിവോൾട്ട് തന്നെയാണ് അതിന് കാരണം എന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്തു? ഗവൺമെന്റിന് എന്തുണ്ട്? ഏത് ബുക്കിന്റെയും ഏത് ന്യൂസ് പേപ്പറിന്റെയും ഏത് പ്രിന്റഡ് മാറ്ററിന്റെയും ഒക്കെ സർക്കുലേഷൻ സ്റ്റോപ്പ് ചെയ്യിക്കാനുള്ള അവകാശം ഗവൺമെന്റിനുണ്ട് എന്നുള്ളതാണ് ആ ഒരു ആക്ട് പറയുന്നത്. നെക്സ്റ്റ് ആക്ട് രജിസ്ട്രേഷൻ ആക്ട് ഓഫ് 1867 ആണ്. ഇതെന്താണ്? ഇത് റെഗുലേറ്ററി ആക്ട് ആണ്, റെസ്ട്രിക്റ്റീവ് ആക്ട് അല്ല. ഈ ആക്ട് പറയുന്നത് എല്ലാ ബുക്കും അല്ലെങ്കിൽ ന്യൂസ് പേപ്പറും എന്ത് ചെയ്യണം? നെയിം, പ്രിന്ററിന്റെ നെയിം അല്ലെങ്കിൽ പബ്ലിഷറിന്റെ നെയിം, പ്ലേസ് ഓഫ് ദ പബ്ലിക്കേഷൻ ഒക്കെ ആ ഒരു ബുക്കിൽ ഉൾക്കൊണ്ടിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ബുക്കിന്റെ കോപ്പി ലോക്കൽ ഗവൺമെന്റിന്, ബുക്ക് പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു മാസം മുന്നേ ലോക്കൽ ഗവൺമെന്റിന് ഈ ഒരു ബുക്കിന്റെ ഒരു കോപ്പി കൊടുക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ലെജിസ്ലേഷൻ ആക്ട് 1867 ആക്ട് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ആക്ട് ആണ് വെർനാക്കുലർ പ്രസ് ആക്ട്. 1878 ലോർഡ് ലിറ്റന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് റിയാക്ഷണറി ആക്ട്സ് കൊണ്ടുവന്ന ആളാണ് ലോർഡ് ലിറ്റൺ. സോ ലിറ്റന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വൺ ഓഫ് എ റിയാക്ഷണറി ആക്ട് എന്ന് നമുക്ക് വെർനാക്കുലർ പ്രസ് ആക്ടിനെ വിളിക്കാം. ഈ ഒരു ആക്ടിനെ ജാഗിങ് ആക്ട് എന്നും വിളിക്കാറുണ്ട്. അതിന്റെ ആക്ട് എന്താണ്? അതിന്റെ ഒരു വേസ്റ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന്, ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ ഇംഗ്ലീഷ് ആൻഡ് വെർനാക്കുലർ പ്രസ്. പ്രാദേശിക ഭാഷയിൽ ഇറക്കപ്പെടുന്ന മാധ്യമങ്ങളെയും ഇംഗ്ലീഷ് ഭാഷകൾ ഇറക്കപ്പെടുന്ന മാധ്യമങ്ങളെയും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആർക്ക് മാത്രമേ റെസ്ട്രിക്ഷൻസ് ഉള്ളൂ? പ്രാദേശിക ഭാഷയിൽ എഴുതപ്പെടുന്ന പത്രങ്ങൾക്ക് മാത്രമേ റെസ്ട്രിക്ഷൻസ് ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ആക്ടിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും തരത്തില് നിയമം നേരിടേണ്ടി വന്നാൽ യാതൊരു തരത്തിലുള്ള അപ്പീലിനുള്ള അവകാശവും ഇല്ല എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു ബേസിക് ഹ്യൂമൻ റൈറ്റ്സിനൊക്കെ ഹനിക്കുന്ന ഒരു ആക്ട് ആയിരുന്നു വെർനാക്കുലർ പ്രസ് ആക്ട് എന്നുള്ളത്. സോ ഈ വെർനാക്കുലർ പ്രസ് ആക്ടിന്റെ ഭാഗമായിട്ട് അന്ന് ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന സോമപ്രകാശ്, ഭാരത് മെഹർ, ധാക്ക പ്രകാശ്, സമാചർ പോലെയുള്ള പബ്ലിക്കേഷൻസിന് എന്ത് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു? അവരുടെയൊക്കെ പബ്ലിക്കേഷൻ നിർത്തേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഓർത്തിരിക്കേണ്ടത്, ഈ വെർനാക്കുലർ പ്രസ് ആക്ടിന്റെ ആ ഒരു നിയമ റെസ്ട്രിക്ഷൻസ് ഒന്ന് പുറത്തു കടക്കാൻ വേണ്ടിയിട്ട് അമൃത് ബസാർ പത്രിക പോലെയുള്ള അതുവരെ വെർനാക്കുലർ ലാംഗ്വേജിൽ പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്ന ന്യൂസ് പേപ്പർ എന്ത് ചെയ്തു? ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിലായിട്ട് ഷിഫ്റ്റ് ചെയ്തു. ഒറ്റ രാത്രി കൊണ്ട് അവർ എന്ത് ചെയ്തു? ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ആക്കിയിട്ട് ഷിഫ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ,
അപ്പൊ എന്താണ് ഈ ഒരു ആക്ടിനെതിരെ ഭയങ്കരമായിട്ടുള്ള ഒരു ഓപ്പോസിഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് റിപ്പണിന്റെ കാലഘട്ടത്തിൽ റിപ്പൺ 1852 എന്ത് ചെയ്തു, ഈ ഒരു വെർണാക്കുലർ പ്രസ് ആക്ട് റിപ്പീൽ ചെയ്തു. ഇവിടെ മറ്റൊരു ഫാക്ട് ഓർത്തിരിക്കേണ്ടത് 1883 സുരേന്ദ്രനാഥ് ബാനർജി ബിക്കം ദ ഫസ്റ്റ് ഇന്ത്യൻ ജേർണലിസ്റ്റ് ടു ബി ഇംപ്രസൻഡ്. അറസ്റ്റിലാക്കപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യൻ ജേർണലിസ്റ്റ് ആയിട്ട് ആര് മാറി? സുരേന്ദ്രനാഥ് ബാനർജി മാറുന്നുണ്ട്. ഓക്കെ, സോ അദ്ദേഹത്തിന്റെ ജേർണലിൽ എഴുതിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്ക് റിയാക്ഷണറി കാര്യങ്ങൾ, സെഡീഷൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ മേൽ ചുമത്തപ്പെട്ടിട്ടുള്ളത്. നെക്സ്റ്റ് ഇന്ത്യൻ പ്രസ് ആക്ട് 1910 ആണ്. വീണ്ടും വെർണാക്കുലർ പ്രസ് ആക്ടിന്റെ ആ ഒരു വേസ്റ്റ് ഫീച്ചേഴ്സ് ഒക്കെ വീണ്ടും കൊണ്ടുവരുന്ന ആക്ട് ആണ് എന്ത്, ഇന്ത്യൻ പ്രസ് ആക്ട് എന്നുള്ളത്. ഓക്കെ, so this is all about today. Hope it is clear for you, helpful for you, and thank you. Keep learning, happy learning.